കൊടകര വല്ലപ്പാടിയിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിലെ പ്രതികൾ റിമാൻഡിൽ. ചാലക്കുടി കാഞ്ഞിരപ്പള്ളി സ്വദേശി പൊയ്യക്കാരൻ വീട്ടിൽ 24 വയസ്സുള്ള അനിൽ, പെരിങ്ങൽകുത്ത് കാടർ പ്രകൃതി 18 വയസ്സുള്ള അമൽ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18 രാവിലെ 10:30യോടെയാണ് കൊടകര വല്ലപ്പാടി ഡിവൈൻ പ്ലാസ്റ്റിക് കമ്പനിക്ക് സമീപം വെച്ചായിരുന്നു സംഭവം. കൊടകര പഞ്ചായത്തിന്റെ കെട്ടിട നികുതി അടച്ചതിനു ശേഷം വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന കൊടകര വല്ലപ്പാടി സ്വദേശിനിയായ സ്ത്രീയുടെ കഴുത്തിൽ കിടന്നിരുന്ന 3 പവൻ തൂക്കം വരുന്ന സ്വർണമാല പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് ഇരുവരും പിടിയിലായത്. ധൂർത്തിനും ലഹരി മരുന്ന് ഉപയോഗത്തിനുമുള്ള പണം കണ്ടെത്തുന്നതിനായി ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് തിരുത്തി ആൾ സഞ്ചാരം കുറവായ ചെറിയ വഴികളിലൂടെ സഞ്ചരിച്ച് ഇരകളെ കണ്ടെത്തി മാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് വല്ലപ്പാടി സ്വദേശിനിയുടെ ധീരമായ ചെറുത്തുനിൽപ്പിൽ വിഫലമായത്. മാലയിൽ മുറുക്കെ പിടിച്ചതിനോടൊപ്പം ഒച്ച വെച്ചതിനാൽ പുറകിലൂടെ ബൈക്കിൽ വരുന്നുണ്ടായിരുന്ന ശരത്ത് എന്ന യുവാവ് ഇവരെ പിന്തുടർന്നുവെങ്കിലും ഇവർ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് അന്വേഷണ സംഘം പല ടീമുകളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ ഇവർ പിടിയിലാവുകയായിരുന്നു. മറ്റൊരു മോഷണത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് പോട്ടയിൽ വെച്ച് ചാലക്കുടി പോലീസിന്റെയും കൊടകര പോലീസിന്റെയും വലയിൽ കുടുങ്ങുന്നത്. ഇവർ ആസൂത്രിതമായി നടത്തിയ കവർച്ചയിൽ അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനായി പല വഴിക്ക് പ്രതികൾ സഞ്ചരിച്ചിരുന്നു. മാല കവർച്ചക്കാരെ 24 മണിക്കൂറിനുള്ളിൽ പോലീസ് പിടികൂടി. അനിലിന് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ 2024 കാഞ്ഞിര ഡെപ്ലിയിലുള്ള വീടിന്റെ മതിൽ ചാടിക്കടന്ന വീടിന്റെ റൂമിൽ സൂക്ഷിച്ചിരുന്ന ജാതിക്കായ, ജാതിപത്രി, ജാതി ഫ്ലവർ എന്നിവ മോഷണം ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിച്ച കേസിലെ പ്രതിയും കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ 2021 ലഹരിക്കടിമപ്പെട്ടു കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച കാര്യത്തിലെ പ്രതിയുമാണ്. കൊടകര ISHO PK ദാസ്, ചാലക്കുടി SHO സജീവ് MK, സബ് ഇൻസ്പെക്ടർ അരിസ്റ്റോട്ടിൽ, ASIമാരായ ദിലീപ്, ബൈജു, ബിനു പൗലോസ്, ആഷ്ലിൻ, പോലീസുകാരായ സുരേഷ് കുമാർ, അരുൺ കുമാർ, മാർട്ടിൻ പോൾ, സജിത്, സഹദേവൻ, അനീഷ്, സഹദ്, ശ്രീജിത്ത്, ജിലു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്.